പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മൗത്ത് പബ്ലിസിറ്റി കൂടെയായിരുന്നു ഫേമസ് ആയിക്കൊണ്ടിരുന്നത്. അതായത് ഒരാൾ കണ്ടിറങ്ങി, അല്ലെ ആ ഫസ്റ്റ് ഷോയിൽ ഇറങ്ങുന്നവർ കണ്ടിറങ്ങി, അത് കഴിഞ്ഞിട്ട് ആണ് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇൻ ഹരിഹർ നഗറൊക്കെ വമ്പൻ ഹിറ്റായതൊക്കെ. ആദ്യത്തെ ഷോയ്ക്കൊന്നും ആരുമില്ലായിരുന്നു, സെക്കൻഡ് ഷോ തൊട്ട് വലിയ തിരക്കായിരുന്നു. അങ്ങനെയാണ് അത് ഹിറ്റായത്. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളത് ടി വിയിൽ കൂടി ഉള്ള റിവ്യൂ വരാൻ തുടങ്ങി, സിനിമയെ പറ്റിയുള്ള വിശകലനം. അതിപ്പോൾ വന്ന് 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 ആർക്കും റിവ്യൂ ചെയ്യാന്നുള്ള ഒരവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടി. അങ്ങനൊരു ഡെവലപ്മെൻറ്റിലേക്ക് എത്തി കാര്യങ്ങൾ. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിത് പറയാൻ കാരണം, ഇന്നലെ മോഹൻലാലിൻ്റെ മലൈക്കോട്ട വലിപ്പൻ എന്ന പടം ഇറങ്ങി, ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത്. അതിൻ്റെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും ഇഴയിലാണ്, അല്ലെങ്കിൽ LPJ സ്റ്റൈലാണ്, പിന്നെ അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ടുള്ള ഓരോരോ വ്യക്തികളുടെ പ്രത്യേകം അഭിപ്രായങ്ങളാണ്. ചിലർ പറയുന്നത് അടിപൊളിയായിട്ടുണ്ട്, ചിലർ പറയുന്നത് കൊള്ളാം, ചിലർ പറയും മാസാണ്, ചിലർ പറയുന്നത് ക്ലാസ്സാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പലതരം വ്യക്തികൾക്കുള്ള പലതരം അഭിപ്രായങ്ങളാണ്. അപ്പോൾ എനിക്ക് നമ്മുടെ സിനിമാ ഫീൽഡിലുള്ളവർ, സിനിമാക്കാരോട്, പ്രത്യേകിച്ച് പ്രൊഡ്യൂസർമാർ, അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങളൊരു പടം ഇറക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു പ്രിവ്യൂ നടത്തുന്നുണ്ട് VIP-കൾക്ക് വേണ്ടി. അതിനു മുമ്പ് മറ്റൊരു പ്രിവ്യൂ നിങ്ങൾ നടത്തണം. അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വെച്ച് ഒരു റാൻഡമായിട്ട് സെലക്ഷൻ നടത്തി അതിൽ നിന്ന് പ്രായമുള്ളവർ, അതായത് സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്തവരും, സിനിമയെ പറ്റി റിവ്യൂ പറയാത്തവർ, അങ്ങനെയുള്ള, അതായത് സിനിമയുടെ വാതിക്കൽ നിന്ന് ഉള്ളത്തരം പറയുന്ന റിവ്യൂവറിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത, സിനിമ ആസ്വദിക്കുന്നവർ, സാധാരണക്കാരായിട്ടുള്ള പ്രായമുള്ളവർ, ഒരു മിഡിൽ ഏജ്, യങ്ങേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് വരാം. 10-50 പേര്, 10-500 അവർക്ക് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ശരിക്കുള്ള ഒരു റിവ്യൂ പറയാൻ വേണ്ടി അവർക്കൊരു പ്രിവ്യൂ നടത്തുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റിലീസ് ചെയ്യുക. അപ്പം അവരിൽ നിന്നുള്ള അഭിപ്രായം എടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതെ സിനിമാ ഫീൽഡിൽ തന്നെയുള്ളവരെ ഇത് കാണിക്കുമ്പം അവർക്കതിൽ ചിലപ്പോൾ കുറ്റം പറയാൻ പറ്റത്തില്ല. ചിലപ്പം ലാലേട്ടൻ്റെ ഒരു പടമാകുമ്പോൾ മറ്റുള്ളവർ അതിന് വന്നിട്ട് കുറ്റം പറയത്തില്ല. ചിലപ്പോൾ ഫീൽഡിൽ തന്നെ ഉള്ളവർ, അല്ലെങ്കിൽ VIP-കൾക്ക് വേണ്ടി ഷോ നടത്തി കഴിഞ്ഞാൽ, ഈ VIP എന്ന് പറയുന്ന സിനിമ ഫീൽഡിലുള്ളവരായിരിക്കും എല്ലാവരും. അവർക്ക് ഈ സിനിമയെ പറ്റി അറിയാം. അവർ ക്ലാസിക് പടം ഇറങ്ങുമ്പോൾ അവർക്ക് സിനിമയെ പറ്റി അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ള വശങ്ങളെല്ലാം അറിയാം. അവർ ക്ലാസ്സാന്ന് പറയും. ഒന്നും അറിയാത്ത സാധാരണക്കാരുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്, പിള്ളേർ സെറ്റുകൾക്ക് ഇങ്ങനത്തെ അവാർഡ് പടം പോലത്തെ പടമൊന്നും അല്ല താല്പര്യം. അവർക്ക് കുറച്ച് മാസും കാര്യങ്ങളെല്ലാം വേണം. അപ്പം നമുക്ക് പറയാം ഇത് സംവിധായകൻ്റെ ക്ലാസ്സാണ്. ഇതൊക്കെ പണ്ട് കാലത്ത് പറയുമായിരുന്നു. പണ്ടത്തെ ആളുകൾക്ക് ഇതൊക്കെ ആസ്വദിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന പിള്ളേർക്കെല്ലാം മാസ്, അല്ലെങ്കിൽ വെട്ടും കൊലയും, ഇതൊക്കെയാണ് താല്പര്യം. അപ്പം ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ എടുക്കുമ്പം കുറച്ചുകൂടെ ഒരു പബ്ലിക് റെസ്പോൺസ് എടുത്ത്, അങ്ങനെയുള്ളൊരു കൂട്ടം ആൾക്കാർക്ക് ഈ ഷോ റിവ്യൂ കാണിച്ചിട്ട് പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അതിൻ്റെ അകത്തുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ അവരെ കൊണ്ട് പറയിച്ച് അതിൽ നിന്ന് കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്താൽ ഈ പറയുന്ന രീതിയിലുള്ള കമൻസുകളൊക്കെ ഒഴിവാക്കാം. അഭിപ്രായങ്ങൾ പലതും പറയും, അവരൊന്നും തടയാൻ പറ്റത്തില്ല ആർക്കും. പക്ഷേ ചില ഉളകളുണ്ട്, പടം പൊളിക്കാൻ വേണ്ടി തന്നെ റിവ്യൂ പറയുന്നവരുണ്ട്, നല്ല രീതിയിൽ റിവ്യൂ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും നമ്മൾ പോയി പടം കാണുക, കണ്ടിട്ട് അതിൻ്റെ ശരിക്കുള്ള അഭിപ്രായം പറയുക. മറ്റുള്ള പറയുന്നത് കേട്ട് സിനിമ കാണാതിരിക്കുക. നമ്മൾ പൈസയാണ്, ശരിയാണ്. പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിനിമാക്കാർ ശ്രദ്ധിക്കുക. അല്ലാതെ നിങ്ങൾ പോയിട്ട് അയാൾ ഇത് റിവ്യൂ പറഞ്ഞുകൊണ്ട് എൻ്റെ പടം പൊട്ടി, അല്ലെങ്കിൽ ഇവനിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പൊട്ടിയതെന്നും പറയുന്നതിൽ ഒരു ന്യായീകരണമില്ല. നാട്ടുകാർ അവരുടെ കാശ് മുടക്കിയാണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പം അവർക്ക് അതിൻ്റെ വാല്യൂബിൾ ആയിട്ടുള്ള, അവർക്കൊരു അതിൽ എന്തെങ്കിലും കിട്ടിയാൽ അവർ കുറ്റം പറയത്തില്ല. അല്ലാതെ എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ട് അതിനെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ കേസ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ശരിയായ നടപടിയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഞാനൊരു റിവ്യൂവർ അല്ല, ഇങ്ങനെ ഒരു അഭിപ്രായം ഇത് കണ്ടപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാൻ വേണ്ടി വന്നതാണ്. താങ്ക് യു.